കഠിനംകുളം കൊലക്കേസിൽ പ്രതി ജോൺസണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. കൊലയ്ക്കായി ഉപയോഗിച്ച കത്തി വാങ്ങിയ ചിറയൻകീഴിലെ കടയിലും റെയിൽവേ സ്റ്റേഷനിലുമാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി സ്വാന്തന സാജു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാന്തന, ഇപ്പോൾ എവിടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്? സ്നേഹ, തലസ്ഥാനത്തെ നടുക്കിയ കഠിനംകുളം ആതിര കൊലപാതക കേസിലെ പ്രതി ജോൺസണെയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി തെളിവെടുപ്പിനായി കൊണ്ടുപോയത്. അയാൾ രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഒന്ന് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലും മറ്റൊന്ന് അയാൾ കത്തി വാങ്ങിയ ആതിരയെ കൊലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച കത്തി വാങ്ങിയ കടയിലുമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ വഴി അവിടുന്ന് ട്രെയിൻ മാർഗമാണ് ഇയാൾ കോട്ടയത്തേക്ക് രക്ഷപ്പെട്ടത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇതിന് തൊട്ടടുത്തായി തന്നെ ഇയാൾ അതിന്റെ തൊട്ട് തലേ ദിവസം കത്തി വാങ്ങിയ കടയും ഉണ്ടായിരുന്നത്. ഈ രണ്ടിടത്തുമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ കൊലപാതകം നടന്ന ഈ ആതിരയുടെ വീട്ടിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടില്ല. അതിന്റെ കാരണമെന്ന് പറയുന്നത് ആ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെയും അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. വലിയൊരു ജനരോക്ഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയും പോലീസ് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ക്രമസമാധാന പ്രശ്നമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തിയാണ് ഇന്ന് അങ്ങോട്ടേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം രാവിലെ ഈ പ്രതിയെ തിരുവനന്തപുരത്ത് നിന്നും കഠിനംകുളം സ്റ്റേഷനിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ ഈ പ്രദേശവാസികളായ ആളുകളൊക്കെ തന്നെയും ഈ സ്റ്റേഷൻ പരിസരത്തെത്തി അവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. നിലവിൽ 2 സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ രാത്രി കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന അയാളുടെ അറസ്റ്റ് ഇന്ന് രാവിലെയോടെയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അയാൾ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ നിന്നും വൈകുന്നേരത്തോടു കൂടി ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി ഇന്ന് റിമാൻഡ് ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അതിനുശേഷമായിരിക്കും, നിലവിൽ റിമാൻഡിന് ശേഷമായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യുകയും ഈ ആതിരയുടെ വീട്ടിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തത് അതിനുശേഷമായിരിക്കും. നിലവിൽ ഇന്ന് രാവിലെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. അതിൽ അയാൾ പറഞ്ഞ ഒരു കാരണമെന്ന് പറയുന്നത്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് പറയുന്നത് ഇയാളും ആതിരയും തമ്മിൽ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഉള്ള പരിചയമാണ്. രണ്ടുപേരും റീൽസ് ചെയ്യുന്ന സജീവമായി ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ കോമൺ ആയി റീൽസ് ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടിയാണ് ഇവർ പരിചയപ്പെടുന്നത്. പിന്നീട് അതിനുശേഷം ആ ബന്ധം വളരുന്നു, അവർ പ്രണയത്തിലാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും ഈ ആതിരയുടെ വീട്ടിൽ ആതിരയുടെ ഭർത്താവിനടക്കം ഈ കാര്യങ്ങൾ അറിയായിരുന്നു. പക്ഷേ കൂടെ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ചെല്ലാതിരുന്നതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇയാൾ വ്യക്തമാക്കിയത്. കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതി ജോൺസണുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് സാന്തന സാജു വിവരങ്ങൾ പങ്കുവച്ചത്. കല്യാണ സദ്യക്കിടെ മദ്യപിക്കാൻ ടച്ചിങ്സ് ചോദിച്ചതിനെ ചൊല്ലി പാചകക്കാരും വിരുന്നുകാരും തമ്മിൽ തല്ലി. കോട്ടയം മരയപ്പള്ളിയിലാണ് സംഭവം. പരിക്കേറ്റ് 2 പേർ ചികിത്സയിലാണ്. ഇരു കൂട്ടർക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ കേസെടുത്തില്ലെന്ന് ചിങ്ങവനം പോലീസ് വ്യക്തമാക്കി. ജോസി ബാബു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ജോസി, ഇത് എപ്പോഴായിരുന്നു സംഭവം? കേസെടുക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ 2 പേരുടെ ആരോഗ്യസ്ഥിതി കൂടി. സ്നേഹ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. മറിയപ്പള്ളിക്ക് സമീപം മുട്ടത്തിൽ ആണ് ഈ നടന്നൊരു വിവാഹ ചടങ്ങിനിടെയാണ് ഈ അടിപിടി ഉണ്ടായത്. വിവാഹത്തിന്റെ വരന്റെ വീട്ടുകാർ ഇവിടേക്ക് എത്തിയതാണ്, ഈ മുട്ടം എന്ന സ്ഥലത്തേക്ക് എത്തിയതാണ്. അവർ ആലപ്പുഴ ജില്ലയിലെ കാവാൽ എന്ന പ്രദേശത്ത് നിന്നാണ് എത്തിയത്. അവർ ഇത്തരത്തിൽ ഈ അവരുടെ ഭാഗത്തുനിന്നുണ്ട ഒരു സംഘം ചെറുപ്പക്കാർ മദ്യപിക്കുന്നതിൻ്റെ ഭാഗമായി ടച്ചിങ്സിന് സാധനം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനെ ചൊല്ലി പാചകക്കാരുമായി ആദ്യം തർക്കം നടന്നു. അതിനുശേഷം കല്യാണത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പരസ്പരം തമ്മിൽ തല്ലി 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ആളുകളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ ചർച്ച നടത്തി പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ചിങ്ങവനം പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കൗതുകവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉളവാക്കുന്ന ഈ സംഭവം ഉണ്ടായത്. നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഇരു കൂട്ടരും തമ്മിൽ അടിയുണ്ടായത്. ശരി ജോസി.